കൂട്ടുകാരെ എല്ലാവരും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ ഒരു ചെറിയ പരിപാടിയുണ്ട്. ഒരു 100 പേർക്കുള്ള ഫ്രൈഡ് റൈസും കറി. അതിന് ഉള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ പാത്രമൊക്കെ കൊണ്ട് എല്ലാം പറക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ അരിയാനൊന്ന് കാണിക്കാൻ പറ്റില്ലായിരുന്നു, ഇത് ബിസി ആയിപ്പോയി. നമ്മളെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫ്രൈഡ് റൈസിനുള്ള ഗ്രീൻ പീസ് പുഴുങ്ങി വെച്ചിരിക്കുന്നു, ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക. നമ്മൾ ചുവപ്പും പച്ച ഫ്രൂട്ടി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ എസൻസ് ഒരെണ്ണം, റോസ് എസൻസ് ഒരെണ്ണം. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്താണ് ഫ്രൈഡ് റൈസിന് ഒഴിക്കുന്നത്. നമ്മൾ വാനില ചേർക്കത്തില്ല. ഇതിവിടെയൊക്കെ അങ്ങനെയാണ്. പിന്നെ 1 കിലോ നെയ്യുണ്ട്, പിന്നെ വെളിച്ചെണ്ണ ഉണ്ട്. നമ്മളിതിന് ഡാൽഡ ചേർക്കത്തില്ല. പിന്നെ തക്കാളിപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 കഴിച്ചക്ക, നാടൻ കഴിച്ചക്ക അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സെറ്റപ്പ് ആക്കി. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ചോറിൻ്റെ വെള്ളത്തിൽ ഇടാനുള്ളത് കുരുമുളക്, സാംജീരകം, ഇത്രയും ഏലക്ക, ഇത് ജാതിപ്പൂ, ഗ്രാമ്പു, പട്ട, തക്കോലം, ഇത്രയും പച്ചമുളക് അരിഞ്ഞ് ഇതെല്ലാം കൂടെ നമ്മൾ വെള്ളം തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കുമ്പോഴേ എടുത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ കളറെല്ലാം കൂടെ ഈ ചോറ് ചുമന്നു പോകും. ചോറ് നല്ല വെള്ള കളറായിട്ടിരിക്കും. പൊന്നൂസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് സഹായിക്കാൻ വന്നത് നമ്മുടെ ഭാര്യയാണ്, വേറെ ആരുമില്ല. സഹായത്തിന് വേറെ ആരുമില്ല. കുറവേറെ പരിപാടി ഞങ്ങൾ രണ്ടൊക്കെ ചെയ്യുന്നത്. വെള്ളം നിറയ്ക്കുമ്പോഴേ നമുക്കിത് റെഡിയാക്കാം. നമുക്ക് ചട്ടി കൊണ്ട് വെച്ചിട്ട് ഇതിനകത്ത് തീ ഒന്ന് കത്തിക്കും. ചട്ടി കൊണ്ട് വയ്ക്കും. നമുക്ക് അണ്ടിപ്പരം മുറിക്കുന്നത് വാർത്തെടുക്കും. എല്ലാവരും ഇത് കണ്ട് ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ അതിനകത്തോട്ട് 1 കിലോ വെളിച്ചെണ്ണ കൊണ്ടുപോയി മുന്തിരിങ്ങ ആദ്യം മുട്ടിടുക. മുന്തിരിങ്ങ ആദ്യം വറുത്തത്. ഇത് കരിഞ്ഞ് കഴിഞ്ഞാൽ ചോറിൻ്റെ അധികം കൊണ്ടത്തില്ല. അതുകൊണ്ട് ഒരു ശകലം മൂത്താണ്. നമ്മളിപ്പോൾ 25 കിലോ അരിയാണ് വയ്ക്കും. 25 കിലോ അരി വയ്ക്കുമ്പോൾ നമ്മളിത് 3/4 കിലോ അത് നല്ല അങ്ങോട്ട് പൊങ്ങി വരുന്നുണ്ട്. മുന്തിരി ഈ ഒരു ബ്രൗൺ കളറേ ആവാം. ഇത് കറുത്ത് പോയാൽ പിന്നെ കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ കണ്ണാപ്പിക്കൊണ്ട് കോരാൻ നിന്നാലും താമസത്തില്ല. ഇത് ഈ പരുവാകുമ്പോൾ തീ ഒന്ന് കുറയ്ക്കണം. തീ ഒന്ന് കുറച്ചിട്ട് അതൊന്നുകൂടെ ഇളക്കി ഒരുപാട് മൂത്ത് പോയാൽ ഈ പരുവാകും, ബ്രൗൺ കളറേ ആവാം. ചിലവർ വറുത്താൽ കരിച്ചാൽ ചോറിൻ്റെ വരുമ്പോൾ ചോറിന് കളർ മാറും. ചോറ് നല്ല വെള്ളയായിട്ടിരിക്കും. ഫ്രൈഡ് റൈസിൻ്റെ ചോറ് നല്ല വെള്ള കളറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലാകുമ്പോൾ എളുപ്പം പൊരി കിടക്കും കേട്ടോ. ഈ സാധനത്തിലാകുമ്പോൾ 1 കോര് അല്ലെങ്കിൽ 2 കോര് ഇതിലോട്ട് കൂരി. അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇടാം. അണ്ടിപ്പരിപ്പ് ക്യാമറ പിടിക്കുന്ന നമ്മുടെ മോള, ഇളയ മോള. മറ്റേ ഉള്ള 2 പെൺപിള്ളേർ. ഒരാളുടെ കല്യാണം കഴിഞ്ഞ് അടുത്ത ഒരാളുണ്ട്. അവര് ബികോം ഒക്കെ കഴിഞ്ഞ് കമ്പ്യൂട്ടർ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് എനിക്ക് സഹായം എൻ്റെ യൂട്യൂബിന് വീഡിയോ എടുത്തു തുടങ്ങി. അവർക്കൊരു യൂട്യൂബ് ഉണ്ട് ഇപ്പം, സഭാ ബ്ലോഗ്. അത് യൂട്യൂബിൽ കയറി അടിച്ചു നോക്കിയാൽ അറിയാം. സഭാ ബ്ലോഗ് അടിച്ചാൽ അവരുടെ പരിപാടിയൊക്കെ കാണും. ഇപ്പൊ എന്നെ സഹായിക്കുന്നത്. എൻ്റെ അടുത്ത് കമ്മീഷനൊക്കെ മേടിച്ചുകൊണ്ടാണ് എനിക്ക് ജോലി ചെയ്യുന്നത്. ഇന്ന് 5-6 കൂടെ സാധനം വേണമെന്ന് പറഞ്ഞേക്കും. മിക്സർ വേണം, വൈകിട്ട് ചിക്കൻ ഫ്രൈ വേണമെന്നൊക്കെ ഒരേ ഓർഡർ ഒരേ ദിവസം. അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ഒരു ചുവന്ന കളറായി. ഒത്തിരി കറക്കരുത്, ഒരു ചുവപ്പാകും. അത് ഒരു ചുവപ്പ് കളറായി വരുന്നേ ഉള്ളൂ, അത്രേ ആവും. അതിൻ്റെ അകത്ത് നമ്മൾ കരിയാപ്പില കൊടുക്കും. കരിയാപ്പില നല്ല മണമായിരിക്കും. നല്ല ബ്രൗൺ കളർ ആയി വരുന്നു, ഇത്രയാവും. ഇല്ലെങ്കിൽ കൈ അണ്ടിപ്പരിപ്പ് ഈ പരുവാകും. നമ്മൾ നിരത്തി വയ്ക്കുക. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ചൂടല്ലേ, ഇന്ന് കരിയോ. അതുകൊണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി. നമ്മൾ 25 കിലോ അരിക്കാന്ന് ഇത്രയും അണ്ടിപ്പരിപ്പ് മുന്തിരി കേട്ടത്. നമ്മൾ സാധനം നല്ലപോലെ ചേർത്താണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഓർഡർ കിട്ടും. അതിനകത്ത് വറക്കാനുള്ള സവാള
സവാള ഒന്ന് ഇളക്കി നമ്മൾ ഈ എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടുന്ന സവാള, അല്ലെങ്കിൽ കുറച്ച് മൊരിഞ്ഞു പോകും, കുറച്ച് കരിഞ്ഞു പോകും. അത് ടേസ്റ്റ് കിട്ടും. നമ്മളൊന്ന് ഇളക്കി നന്നായി ചൂടാക്കി കിടക്കുകയാണ്. നമ്മൾ അണ്ടിപ്പരിപ്പ് പുറത്ത് അതിനകത്തോട്ട് നമുക്ക് ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കും. വറക്കാനുള്ളതാണ്, ചോറിൻ്റെ അകത്ത് ഇടാനുള്ള ഉള്ളിയാണ്. ഇത് നല്ല ഒന്ന് മൂക്കണം, ഒരു നല്ല ബ്രൗൺ കളറാവും. നമ്മൾ ഇതിലാകുമ്പോൾ നന്നായിട്ട് കിട്ടും. വിറകടുപ്പിലാകുമ്പോൾ ഉള്ളി വറക്കുന്ന വൈര് കൂറുമ്പോഴത്തേക്ക് വൈര് മുട്ടത്തില്ല. ഇതാകുമ്പോൾ ഒരു നന്നായി കൂടി കിട്ടും. ഉള്ളി ഒരു അരപ്പരുവൊക്കെ ആയി വരുന്നുണ്ട്. താമസിച്ചു പോയെന്ന് വെച്ചാൽ നമ്മളെ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ ഓട്ടോ ഓടിച്ചിട്ട് വന്നാണ് നമ്മൾ ഇതിൻ്റെ കലാപരിപാടിയൊക്കെ ചെയ്യും. അത് രാത്രി താമസിച്ചു നാനെല്ലാം കൊണ്ടുവന്നത്. അതുകൊണ്ട് വന്നിട്ട് ഉള്ളിയെല്ലാം പൊടിച്ച് അരിഞ്ഞ് റെഡിയാക്കി വെച്ച് എന്നിട്ട് രാവിലെ എണ്ണിച്ച് ഇറച്ചിക്ക് പോകണം. നമ്മുടെ പാത്രമൊക്കെ നമുക്ക് ഇല്ലായിരുന്നു, വലിയ പാത്രമാണ്. ഇത് എടുത്ത് വാടകയ്ക്ക് എടുത്തിട്ട് വേണം. അത് കുറച്ച് ദൂരം പോകണം. അവിടെ പോയി അതും എടുത്ത് വിറവ് എടുത്തോണ്ട് വന്നു കഴിച്ച് താമസിച്ചു. ബാക്കിയെല്ലാം അരിഞ്ഞ് പറക്കി വെച്ചിട്ട് അറിയുമ്പോൾ അതുകൊണ്ട് പിന്നെ അതിന് പേടിക്കണം. ഇനിയിപ്പോൾ തീ കത്തിച്ചോ, ഇപ്പോൾ വെള്ളമൊക്കെ പിടിച്ച് ചെമ്പിൻ്റെ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഞാനൊരു തീ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് തിളക്കുമ്പോഴത്തേക്ക് കറക്കി കയറും. ഇനിയിപ്പോൾ ചെമ്പ് കൊണ്ട് വെച്ച് തീ കൊണ്ട് ഇടാം. ഇതൊന്ന് മൂക്കട്ട് കിടന്നു. തീ അങ്ങോട്ട് കത്തിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് അന്നേരം ഉള്ളി അത് റെഡി ആയിട്ടുണ്ട്. ഉള്ളി ഒത്തിരി കരിക്കാതെ വറുത്ത് കോരിയ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഒരു 3 തേങ്ങ തിരുമ്മിയതാണ്. 3 തേങ്ങ ഇത് കറിക്ക് ഇറങ്ങണം. കറിക്ക് ഇത് വറുത്ത് കോരി ഇതിലൂടെ അണ്ടിപ്പരിപ്പിൻ്റെ പൊടിയും കൂടി ചേർത്ത് നമ്മൾ അരച്ച് കറിക്കകത്ത് ഇറങ്ങണം. അങ്ങനെ അത് വറുത്ത് നല്ല ബ്രൗൺ കളറാണ്. ഉള്ളിയും കൂടെ വറുത്ത് നല്ല ബ്രൗൺ കളറാണ്. ഉണ്ടോ, ഇതൊന്നും കറുത്തിട്ടില്ല. ഉണ്ടോ, ഇങ്ങനെ വേണം ഫ്രൈഡ് റൈസിന്. ഉണ്ടോ, ഫ്രൈഡ് റൈസിനായാലും ബിരിയാണിക്കായാലും ഉള്ളി കട്ടി കുറച്ച്, എത്ര കട്ടി കുറയ്ക്കുമോ അത്രയും കട്ടി കുറച്ച് വേണം ഉള്ളി അരിഞ്ഞ് വേണം. തേങ്ങ ഒരു മുക്കാല് മൂത്ത് വരുന്നുണ്ട്. അതോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പിൻ്റെ പൊടിയോട് അത് അരച്ച് ചിക്കൻ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ്. തേങ്ങയൊക്കെ ഒന്ന് കോരി നന്നായിട്ട് എണ്ണയൊക്കെ മാറുന്നുണ്ട്. ചിക്കൻ കറിക്കുള്ള മസാല, ഗ്രാമ്പു, പട്ട, നല്ല ഇത് കാട്ടിലെ പട്ടയാണ്. ഇത് നമ്മുടെ ഇവിടുന്ന് ഒരു സുഹൃത്ത് നമുക്ക് തന്നു. നല്ല ഉണങ്ങിയ പട്ട കറക്റ്റ് ചെത്തിയെടുക്കുന്ന ഇവിടുത്തെ കാട്ടില്. ഇതിനകത്ത് പെരുംജീരകമുണ്ട്, ഗ്രാമ്പുണ്ട്, പട്ടയുണ്ട്, തക്കോലമുണ്ട്. ഇത്രയും സാധനമുള്ളൂ ഇതിനകത്ത്. ഗ്രാമ്പു, ഏലക്ക, പട്ട, തക്കോല ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് ഒന്ന് നൈസ് ചൂടായത്. ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ മസാലയുടെ ടേസ്റ്റ് ഒത്തിരി ചൂടാകും. നൈസായിട്ടൊന്ന് ചൂടാകും. നമുക്കിനി പൊടിക്കാൻ കൊടുക്കും. തണുത്തിട്ട് പിടിച്ചാൽ അണ്ടിപ്പരിപ്പിൻ്റെ പൊടിയും തേങ്ങയും കൂടെ വറുത്തതാണ്ട് ഈ കളറേ ആവും. കൂടുതൽ കളറായി കഴിഞ്ഞാൽ മൂത്തുപോയാൽ കഴിക്കും. ഒരു ചെവയായിരിക്കും. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറി. ഇത് അരയ്ക്കാൻ കൊടുക്കും. 25 കിലോ കോഴിയുണ്ട്. ഇത് നമ്മളൊന്ന് കഴുകാം. കോഴിക്ക് വെള്ളം ഒഴിക്കാം. എല്ലാം നല്ല വൃത്തിയായിട്ട് വലിയ പീസാ കോഴി. മരങ്ങൾ വയ്ക്കുന്നത് നല്ല കാലം.
വെളിച്ചെണ്ണ കൊണ്ടുപോയി ചിക്കൻ കറി വയ്ക്കാൻ 1.5 കിലോ. കുറച്ച് കടുവ മതിയാണ്. കടുവൊക്കെ പൊട്ടിച്ച് നമ്മൾ വെളുത്തുള്ളി കൂട്ട ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി കുറച്ച് കരിവേപ്പില അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചേക്കും. നമ്മൾ ചതച്ചിട്ടില്ല, പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കും. അത് നമ്മുടെ തക്കാളിപ്പഴം കൂടി ചേർക്കും. മഞ്ഞൾപ്പൊടി ഒരു ഓരോ മഞ്ഞൾപ്പൊടി ഓരോ നമുക്ക് ചെയ്തിട്ട് നല്ല ഇപ്പം കൊണ്ടിട്ട് ഞാനിവിടെയൊക്കെ ഫ്രൈഡ് റൈസിനും ഇതിനൊക്കെ നല്ല നീളമുള്ള അരി ഇടുന്നത്. ഇത് 25 കിലോ അരിയുണ്ട്. ഈ അരിയുടെ പേര് ദാവത്തെന്ന്. നമ്മൾ നല്ല സൂപ്പർ ചോറായിരുന്നു. നമുക്ക് ഇത് വെള്ളത്തിലിടാം. ഒരു 2 മണിക്കൂർ വെള്ളത്തിലിടും. നമുക്ക് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് നമുക്കിത് 2-3 വെള്ളം കഴുകി ഊറ്റി ഇടാം. പിന്നെ കഴുകി വാരിയാൽ മതി. പശയൊക്കെ ഉണ്ടെങ്കിൽ പോകും. പശ കഴുകി നോക്കണം. ഇതിടക്കെ 3/4 കിലോ മുളക് പൊടി ചേർത്ത്, മല്ലിപ്പൊടി 1/2 കിലോയ്ക്ക് അടുപ്പിച്ച്, രണ്ട് സ്പൂണ് മസാലപ്പൊടി, നല്ലൊന്ന് മസാല ഇതൊക്കെ നല്ല എരിയും അതെല്ലാം കൂടെ കുടിച്ച് കഴിയുമ്പോൾ ഇറക്കി വെക്കും. കഴുകി വെള്ളം തോന്ന് വെച്ചിരുന്ന ചിക്കന് പൊടി പറത്ത് കഷം പോലും പൊടിയിട്ട് ഞാൻ വെച്ചാണ്. ഇങ്ങനെ ഈ അരപ്പൊക്കെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ എരിവും പൊടിയെല്ലാം കഴിച്ചിട്ട് ഇല്ലെങ്കിൽ തന്നെ കോഴി വെള്ളക്കോഴി ആയതുകൊണ്ടേ മസാല അകത്ത് പിടിക്കണം. വറുത്ത് വെക്കുമ്പോൾ ചൂടുള്ളത് ഈ കിടന്നൊന്ന് വേവട്ടെ. വെന്ത് അരപ്പെല്ലാം ഒന്ന് റെഡിയായി അടിപൊളിയായി. നമ്മൾ നീ നിന്ന് അടുപ്പിലോട്ട് വെച്ച് അടച്ച് വേവട്ടെ. സാധനം അങ്ങോട്ട് ഇടുക. 1/2 കറി ഉപ്പൂടെ അങ്ങോട്ട് ഇടുക. ചോറ് ഒട്ടി പിടിക്കത്തില്ല. പിന്നെ അത് ഒഴിക്കാണെങ്കിൽ ആ ചോറ് ഒട്ടി പിടിക്കത്തില്ല. വെള്ളത്തിൽ ഗ്രാമ്പു, ഏലക്ക, പട്ട, പച്ചമുളക്, കുരുമുളക്, സാംജീരകം, ഉപ്പ്, ഇത്രയും സാധനം ഇട്ടുണ്ട്. വെള്ളം തിളച്ചുകൊണ്ടാണ് ഇട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് വെന്ത് കളറ് മാറും. അതുകൊണ്ട് ഒരു അരി ഇടാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ ചോറ് ഒട്ടാതിരിക്കണം. ഇതങ്ങോട്ട് ഒഴിക്കും. നമ്മൾ തേങ്ങ അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് വറുത്തരച്ചതാണ്. ഇത് അങ്ങോട്ട് ഒഴിച്ച് ശകലം വെള്ളം കൊടുക്കാം. ഇത് ചിക്കൻ മസാലയുടെ പൊടി അങ്ങോട്ട് ചേർത്ത്. നമ്മൾ ആദ്യം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് ചിക്കൻ മസാലയുടെ പൊടി ഉലുവ പൊടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നു. അതൊരു 1.5 സ്പൂൺ അങ്ങോട്ട് ഇടാം. മതി. കുറച്ച് കരിവേപ്പില ഇടും. നന്നായിട്ട് നിലക്ക് റെഡിയാക്കി നല്ലൊരു ഇളക്കുണ്ട്. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കും.
ടേസ്റ്റ് ആയിട്ട് കറിയുടെ മണമൊക്കെ ഇങ്ങോട്ട് വരുന്നു. നല്ല അടിപൊളി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചപ്പോഴത്തേക്ക് എല്ലാം കറക്റ്റ് ചെയ്ത് നന്നായിട്ട് അരി ഇട്ടേക്കൊല്ലി. അരി ഇട്ട് കഴിയുമ്പോൾ ഇനി അത് നല്ലോണം തിളച്ച് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് നമ്മൾ ചെമ്പ് അടച്ചിടാം. ഈ അരി വെച്ചേക്കുന്നു ഞാൻ അരിഞ്ഞ് റെഡിയാക്കി അത് കഴിയുമായിരുന്നു. അരിഞ്ഞിട്ട് കഴിയുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ചെവയോ അത് മാറി കിട്ടും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടത്തെ കൈയാ വാങ്ങുക കേട്ടോ, ആരൊന്നും വിചാരിക്കില്ല. വലത്തെ കൈ കൊണ്ട് അരി അറിയത്തില്ല, അതുകൊണ്ടാണ് ഇടത്തെ കൈ കൊണ്ട് അരിയുന്നത്. ഇടത്തെ കൈ നമ്മൾക്ക് ജന്മനാനുള്ളൊരു വാങ്ങുന്നത്. വലത്തെ കയ്യിൽ ഉള്ളി പിടിക്കും, ഇടത്തെ കൈ കൊണ്ട് അരിക്കും. സാധാരണ എല്ലാവരും വലത്തെ കൈ കൊണ്ട് ഉള്ളി മിച്ചാത്തി പിടിക്കും, ഇടത്തെ കയ്യിൽ ഉള്ളി പിടിച്ചില്ല. എനിക്കത് വാങ്ങില്ല, എനിക്ക് ഇടത്തെ കൈയാണ് വാങ്ങുന്നത്. നല്ല കട്ടി കുറച്ച് അരിയണം. ലാസ്റ്റ് ഘട്ടമാണ് നമ്മൾ കുറച്ച് മല്ലിയില അങ്ങോട്ട് അരിഞ്ഞത്. കുറച്ച് മതി, ഇവിടെ ആൾക്കാർക്ക് മല്ലിയില എത്ര താല്പര്യമില്ല. വേവായിട്ടുണ്ട്. നല്ല വെള്ള നല്ല നീളമുള്ള ചോറാണ്. ഈ വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്, 1.5 കിലോ ഗ്രീൻ പീസാണ്. ക്യാരറ്റ് അരിഞ്ഞ് അത് ഇതിനകത്തായിരുന്നു. കറക്റ്റ് വേവായിട്ടുണ്ട്. സാധനം എല്ലാം കൂടെ അതിനകത്ത് കിടക്കുമ്പോൾ നല്ല അടിപൊളി ചോറ്. ചെമ്പ് അടുത്തോട്ട് വെച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് കുറച്ച് അടിയിലോട്ട് ഒഴിക്കുക. ചോറ് അങ്ങോട്ടിട്ട് അടിപൊളിയായിട്ട് എല്ലാ സാധനം അതിൻ്റെ അകത്തുണ്ട്. കൂട്ടിയിടാം. 2 ദമ്മാണ്, 2 റയലായിട്ടായിരുന്നു. തക്കാളിപ്പഴം അരിഞ്ഞത് കുറച്ചിടാം. പൈനാപ്പിൾ, വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഉള്ളിയും കൂടെ കൊണ്ടിടാം. കുറച്ച് മല്ലിയും പുതിനയും അരിഞ്ഞത് കൊണ്ടിടാം. നമ്മളിവിടെയൊക്കെ ഫ്രൈഡ് റൈസിന് ഇച്ചിരി നല്ല പൈനാപ്പിൾ എസൻസ് ആണ്, അത് കുറച്ച് അങ്ങോട്ട് ഒഴിക്കും. റോസ് എസൻസ്, നമ്മൾ റോസ് വാട്ടർ ചേർക്കുന്നത്, റോസ് എസൻസ് അത് കുറച്ച് അങ്ങോട്ട് ഒഴിക്കും. നല്ല മണം വരും. ഇനി നമ്മൾ അങ്ങോട്ട് നെയ്യ് ഒഴിക്കും. നെയ്യാണ് ആവശ്യം ഒഴിക്കും. നമുക്ക് 2ാമത്തെ ലെയറിനുള്ള ചോറ് തട്ടുന്നുണ്ട്. ഇപ്പോൾ 100 ഒത്തിരി ചോറുണ്ട്. നമ്മൾ കൊടുക്കുന്ന നല്ല തൃപ്തിയായിട്ട് കൊടുക്കും ചോറ്. മാവ് ഒട്ടിക്കുന്നില്ല കേട്ടോ. നമ്മളിവിടെ അടുത്ത സൂപ്പറായിട്ട് കിടപ്പുണ്ട്. ഒരു കഷ്ണം പൊടിഞ്ഞിട്ടില്ല, വറക്കാതെ ചെയ്ത പപ്പടം. ഈ പപ്പടം ഇടുമ്പോൾ ഭയങ്കരമായിട്ട് പൊള്ളി വരുന്നതിന് നമ്മളൊരു കിഴുത്ത കഴിക്കും. കറിക്കൊണ്ട് അതിന് പൊള്ളത്തില്ല, ഒരുപാട് പൊള്ളി കഴിക്കാനൊന്നും കാണത്തില്ല. നമുക്ക് ഒരു കിഴുത്ത കഴിച്ച് 1-2 കിഴുത്ത കഴിച്ച്
കുഴപ്പമില്ല. ഭയങ്കരമായിട്ട് പുള്ളുന്ന പപ്പടമാണ്. ഇതെന്തോന്ന് അറിയത്തില്ല, നോക്കിയില്ല. നമ്മൾ കഴിക്കുക എന്തെങ്കിലും. 12ആയി, സമയമായി, അവരുടെ സമയമായി, എല്ലാം റെഡിയായി. ഫ്രൈഡ് റൈസും കറിയും ഒക്കെ റെഡിയാക്കി. ഇനി അവരങ്ങോട്ട് വന്ന് കൊണ്ടുപോയാൽ മതി. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വിളമ്പി കൊടുക്കും. നമ്മളെന്തൊക്കെയാലും അങ്ങോട്ട് പോകണമല്ലോ. നമുക്ക് ഇന്ന് പൊട്ടിച്ച് വിളമ്പി കൊടുക്കണം. പപ്പടം ഇട്ട് നോക്കാം, എണ്ണ ചൂടായി വന്നു. കറിക്ക് കിഴിച്ചോട്ടെ പുള്ളി. അഞ്ചാറ് പപ്പടമായിട്ട് ഇടാം നമുക്ക്. ഇത് എളുപ്പം കാച്ചാൻ. അല്ലെങ്കിൽ ഒരേ പപ്പടം കാച്ചിക്കൊണ്ടിരുന്നാലും ഭയങ്കര താമസം. നമ്മള് ദം അങ്ങോട്ട് പിടിക്കാം. നോക്കട്ടെ, ഇത് അങ്ങ് താഴെ കൊണ്ടുപോകണ്ട, നമ്മളൊന്ന് ഇളക്കിയിടുക. നല്ല മണവും നല്ല അടിപൊളി ചോറും. അടിപൊളി ഫ്രൈഡ് റൈസ്. ഒത്തിരി സാധനമൊന്നും വാരിയിടാതെ നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന നമ്പറിൽ ബൈ.